ആദ്യമായി ഈ ആൾത്താരയിൽ വന്ന് നിൽക്കുവാനും ഇവിടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോസ്. ഞാൻ മൂവാറ്റുപുഴ പെരുങ്ങഴ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ചയപ്പിച്ചു. ഭർത്താവിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിയാണ്. എനിക്കൊരു കുഞ്ഞ് വീടായിരുന്നു ഉണ്ടായിരുന്നത്. അത് വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഓടിട്ട ഒരു കുഞ്ഞ് വീട്. പല പ്രാവശ്യവും ഞങ്ങൾ ആ വീടൊന്ന് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ വേറെ മേടിക്കുവാനോ ഓർത്തിരുന്നു. പക്ഷേ സാധിച്ചില്ല. കാരണം അതിൻ്റെ കിടപ്പ് എങ്ങനെയായിരുന്നു. 10 സെൻറ്റ് സ്ഥലമായിരുന്നെങ്കിൽ 2 സൈഡും റോഡ്, തൊട്ടു പുറകിലായിട്ട് ഇടുക്കി ടവർ 220 kV ലൈൻ വലിച്ചിട്ടുള്ള ടവറാണ്. അതിൻ്റെ ചുവട്ടിൽ ഒരു കാരണവശാലും നമുക്ക് പുതിയ അനുമതി തരികയില്ല. അപ്പം നമ്മൾ വീട് എന്ന സ്വപ്നം ഞാൻ വിട്ടിരുന്നു. കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ ജീവിക്കുമായിരുന്നു. 25 മാർച്ച് 4 പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വീടിനോ ഒന്നിനുമല്ല, ഈ മാതാവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് 6 മാസത്തേക്ക് UK പോയായിരുന്നു, UK. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാതാവിനെ ഒന്ന് കാണണം എന്ന് തോന്നി ഞാനിവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എന്നാൽ ഉടമ്പടി എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ 6 സാക്ഷ്യം വയ്ക്കാം, 6 കാര്യങ്ങൾ നിയോഗം വയ്ക്കാമെന്നുള്ളത്. വീടൊന്നും നിയോഗം വെച്ചില്ല. ഞാൻ എന്താ നിയോഗം വെച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ നിയോഗങ്ങളൊന്നും പറയാനില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ അങ്ങ് ജീവിക്കുവാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വീടൊന്നും വേണ്ട. പക്ഷേ ഞാൻ ഇവിടുന്ന് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോള് പറഞ്ഞു, അമ്മച്ചി നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിതാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട കൊച്ചേ, വേണ്ടാത്ത കാര്യത്തിനൊന്നും പോകണ്ട. ഒന്നാമത് നമുക്ക് സാമ്പത്തികമായിട്ടും വീട് പണിയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് വീട് പണിയണമെങ്കിൽ എന്തായാലും പറ്റില്ല. പിന്നെ ആ സ്ഥലത്ത് ഒട്ടും പറ്റത്തില്ല. പിന്നെ നമുക്ക് വേറെ നോക്കാമെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, ഇനി ഈ വീടൊക്കെ മതി, എനിക്കും പപ്പയ്ക്കും ഈ വീട് മതി എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കൊച്ചിൻ്റെ അനിയൻ കൊച്ചു വന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന് അളവെടുപ്പിക്കുക, അളന്ന് നോക്കുക സ്ഥലമല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ അളക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം പറയാം അമ്മച്ചി, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവൻ പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചിക്കൊരു വീട് പണിത് തരാമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, ഞാനിതിനാളല്ല, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. നിങ്ങൾ ഒരു ലോൺ എടുത്തോ കടം മേടിച്ചോ വീട് പണിയാൻ നോക്കുകയോ വേണ്ട, അത് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും പറയണ്ട, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും JCB വന്നു, വീട് പൊളിച്ചു, ഞങ്ങൾ സാധനങ്ങളെല്ലാം മാറ്റി. തൊട്ടടുത്ത് തന്നെ ഒരു വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ വാടകയ്ക്ക് ചോദിച്ചപ്പോൾ അവർ കൊടുക്കാനിട്ടിരുന്നതല്ല, എനിക്ക് അതുകൊണ്ട് മേരിക്കുഞ്ഞിനാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു. എന്നോട് ഒരു കാശോ ഒന്നും മേടിച്ചില്ല. പക്ഷെ ഞാൻ വാടക കൊടുത്തോണ്ടിരുന്നു. ലിൻഡിൽ വാർക്ക പെട്ടെന്ന് കഴിഞ്ഞു. ലിൻഡിൽ വാർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും KSEBയിലെ ഉദ്യോഗസ്ഥർ വന്നു. ഇപ്പം ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണ് പണിതോളാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആരോ എന്തോ എങ്ങനെയാണെന്നറിയില്ല, ലിൻഡിൽ വാർത്ത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ആൾക്കാർ വന്നിട്ട്, ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞു, ഇനി പടി ഇവിടെ നിർത്തിക്കോ, NOC കിട്ടിയിട്ട്, ഇടുക്കി ടവറിൻ്റെ NOC കിട്ടിയിട്ട് പണിതാൽ മതി, ഇത് പുതിയ ഓർഡറാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി. നമ്മുടെ ഉള്ള വീടും പോയി, ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛനെ കാണുമെന്നൊന്നും ഓർത്തില്ല. ഒരു ചൊവ്വാഴ്ച ഞാൻ വന്നപ്പോൾ എനിക്ക് എങ്ങനെ അച്ഛനെ കാണാനുള്ളൊരു സാധ്യത കിട്ടി. അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ പടവും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഒരു കാശിരൂപം വെഞ്ചിരിച്ച് തന്നു. ഇതാ വീട് വയ്ക്കുന്നിടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഈ തടസ്സങ്ങളെല്ലാം മാറി. അതിനിടയ്ക്ക് ഒത്തിരി ഉദ്യോഗസ്ഥർ വന്ന് ഇടുക്കി, കോതമംഗലം, തൊടുപുഴ, എറണാകുളം എല്ലാ സ്ഥലത്തുനിന്നും ഉദ്യോഗസ്ഥർ വന്ന് നോക്കുന്നുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. അവർ പറഞ്ഞു, പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് പണിതു. 9 മാസമായപ്പോഴത്തേക്കിനും, തടസ്സം വന്നില്ലായിരുന്നെങ്കിൽ 6 മാസം കൊണ്ട് തീർന്നേനെ, 9 മാസം കൊണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഈ ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പും ഉടമ്പടി മാതാവിൻ്റെ കാശിരൂപവും പിടിച്ച് ആ വീട് വയ്ക്കുന്ന സ്ഥലത്ത് നടന്ന് ഞാൻ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ചുറ്റും നടന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞോളൂ, പരിശുദ്ധ അമ്മേ, നമുക്കറിയില്ല എന്നാ ചെയ്യുന്നതെന്ന്. അമ്മ
കാനായിലെ കല്യാണ വീട്ടിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടതുപോലെ എൻ്റെ ഈ കാര്യത്തിൽ അമ്മ ഇടപെടണമേ, ഇതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു. അമ്മ നല്ല ദൈവാനുഗ്രഹമുള്ള ഐശ്വര്യമുള്ള മനോഹരമായൊരു ഭവനം എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ജനുവരി 28 എൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നടന്നു. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയ്ക്കും നന്ദി പറയാൻ വാക്കുകളില്ല. പിന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് കൊണ്ടുപോകും. ഞാൻ പള്ളിയിൽ കൊടുക്കില്ല, കാരണം പള്ളിയിൽ എല്ലാവരും വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തുള്ള ഹിന്ദുക്കളായ വീട്ടുകളും പിന്നെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കും. എൻ്റെ ഈ വിശ്വാസം കണ്ട്, എൻ്റെ ഈ വീട് പണി കണ്ട് ഒത്തിരി പേര് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഒത്തിരി പറയുന്നില്ല ഞാൻ. കാരുണ്യ പ്രവൃത്തികൾ തൊട്ടടുത്ത് ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ കൂടും. പിന്നെ അവരുടെ മുറികളൊക്കെ കഴുകി കൊടുക്കും. വളരെ വിഷമിച്ച് കഴിയുന്ന അമ്മച്ചിമാരുണ്ട്, അവരെയൊക്കെ കുളിപ്പിക്കാനും എല്ലാത്തിനും കൂടും. സന്തോഷത്തോടെ ഞാൻ കൂടും. പിന്നെ പള്ളിയിൽ എനിക്ക് കൊയറ് പാടുന്നുണ്ട്. അപ്പം മിക്കവാറും 4 കുർബാനയ്ക്കൊക്കെ ഒരു ദിവസം പാടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാടാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി 1000 നന്ദി. യാക്കോബ് 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. മേരി ജോസ് എന്ന ഈ സഹോദരി അവിചാരിതമായി തുടങ്ങിയ ഒരു ഭവന നിർമ്മാണവും അതിൽ വന്നു ചേർന്ന ഒരു വലിയ തടസ്സവും, എന്നാൽ ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ കൈമാറിയ മാതാവിൻ്റെ കാശുരൂപം നിക്ഷേപിച്ചുകൊണ്ട് ആ തടസ്സങ്ങൾ മുഴുവനും ചുരുങ്ങിയ സമയം കൊണ്ട് പൂർണ്ണമായി മാറി 9 മാസം കൊണ്ട് മനോഹരമായൊരു ഭവനം പൂർത്തീകരിച്ചെടുക്കുവാൻ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് ഈ നാളുകളിൽ ഈ കുടുംബത്തെ സഹായിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ദൈവം എങ്ങനെയൊക്കെ വഴി നടത്തി, എത്രത്തോളം അനുഗ്രഹിച്ചു, പ്രതിസന്ധിയിൽ എങ്ങനെ കൂട്ടായി നിന്നു. ഒത്തിരി ഇടങ്ങളിൽ നിന്ന് ഓഫീസേഴ്സ് അത് പരിശോധിക്കുവാനും ഒരുപക്ഷെ ഏറ്റവും ചെറിയ ഒരു കാര്യമുണ്ടെങ്കിൽ പോലും എന്നേക്കുമായി വീട് പണിയുവാനാവാത്ത വിധം തടസ്സം വന്ന് വിടുവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലും പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണവും ഉടമ്പടിയിൽ സഹോദരി അർപ്പിച്ച പൂർണ്ണമായ വിശ്വാസവും അത് ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് സുരക്ഷിതമായി അവിടെ വാസമൊരുക്കുവാൻ അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ക്ലേശകാലത്ത് നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ആ ചേർന്ന് നിൽപ്പ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ ദൈവം നമുക്കുള്ള അംഗീകാര മുദ്രയായി തീർത്തു തരും. ഓർക്കേണ്ട ഒരു കാര്യം, സഹോദരി ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഉടമ്പടിയിൽ എഴുതിയ നിയോഗം ഏതാണെന്ന് ഓർക്കുന്നില്ല എന്നൊരു കാര്യം സൂചിപ്പിച്ചു. ഉടമ്പടി നിയോഗങ്ങൾ ഒരിക്കലും അങ്ങനെ എഴുതുവാനുള്ളതല്ല, എന്തെങ്കിലും വലിച്ചുവാരി എഴുതുവാനുള്ളതല്ല ഉടമ്പടി നിയോഗങ്ങൾ. ഉടമ്പടി നിയോഗങ്ങൾ ഏറ്റവും ഗൗരവമുള്ള നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണം കൊണ്ട് നേടാനാവാത്തത്, പരിശ്രമം കൊണ്ട് പൂർത്തിയാക്കാനാവാത്തത്, നമുക്ക് എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടും വിജയമായി തീരാത്തത്, സാധിക്കാത്തത്, അവയാണ് നമ്മൾ എപ്പോഴും ഉടമ്പടിയുടെ നിയോഗങ്ങളായി എഴുതേണ്ടത്. അതുകൊണ്ട് ഉടമ്പടി നിയോഗം എഴുതുന്ന സമയം നമ്മളെപ്പോഴും പ്രാർത്ഥനയോടുകൂടി മാതാവിനോട് ആലോചിച്ച് ജീവിതത്തെ പരിശോധിച്ച് എൻ്റെ ഒറ്റ പരിശ്രമം എൻ്റെ കുടുംബത്തിൻ്റെ പരിശ്രമം കൊണ്ട് നടക്കില്ലെന്നും എന്നാൽ എൻ്റെ കുടുംബത്തിനേറെ ഗൗരവമുള്ളതും അത്യാവശ്യമുള്ളതുമാണെന്ന് തിരിച്ചറിയുന്ന വിഷയങ്ങളാണ് ഉടമ്പടിയുടെ നിയോഗമായി എഴുതേണ്ടത്. ആ എഴുതുന്ന നിയോഗങ്ങൾ അപ്പം തന്നെ മറന്നു പോകാനുള്ളതുമല്ല, അത് ദൈവസന്നിധിയിൽ ഓർക്കുവാനുള്ളതും ദൈവത്തിൻ്റെ അരികിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്ത് നേടിയെടുക്കുവാനുള്ളതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി എഴുതുന്ന നിയോഗങ്ങളെ ഗൗരവത്തോടെ കാണണം. അങ്ങനെ ഒരു പരാമർശം സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഉടമ്പടിയെ ലാഘവത്വത്തോടു കൂടി കാണുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഉടമ്പടി ഗൗരവമുള്ള സീരിയസായ ദൈവസമ്പർക്കത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നമ്മളെ ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ ജീവിതത്തിൽ ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചും ദൈവസ്നേഹത്താൽ നിറഞ്ഞും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് പറയുവാൻ പറ്റുന്ന രീതിയിൽ ഇത് ദൈവികമായ സംരക്ഷണത്തിൻ്റെയും ദൈവം പ്രവർത്തിക്കുന്ന ജീവിതത്തിൻ്റെയും ഇടപെടലുകളാണെന്ന് നമ്മളെക്കുറിച്ച് അറിയുവാൻ പറ്റണം. അതുകൊണ്ട് സംസാരത്തിൽ അപാകതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിയന്ത്രിക്കുന്നവരാകണം. പ്രവൃത്തികളിൽ അപാകതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തുന്നവരാകണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള
മനോഭാവങ്ങളിൽ അപാകതയുണ്ടെങ്കിൽ അതിനെ നമുക്ക് ശരിയാക്കിയെടുക്കുവാൻ സാധിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രഥമ സ്ഥാനവും അമ്മ മാതാവിനെ പൂർണ്ണമായി ജീവിതത്തോട് ചേർത്ത് പിടിച്ചും നമുക്ക് മനസ്സുറപ്പോടെ ഒരു തീർത്ഥാടനത്തിന് തയ്യാറാണെങ്കിൽ ഉടമ്പടി ജീവിതം ഉറപ്പായും അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നിരന്തരം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സുന്ദരമായ ഒരു സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.